നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. IPL എല്ലാം തച്ച് തകർത്ത് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന PBKസിനെ രാജസ്ഥാൻ റോയൽസ് PBKസിൻ്റെ മണ്ണിലിട്ട് പിടിച്ചു കെട്ടുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. വാവ്, എന്തൊരു കിടിലൻ ചേസാണ് PBKസ് നടത്തിയത്. 6 വിക്കറ്റിന് അവർ വിജയിച്ച് കയറി. 222-4 എന്ന സ്കോർ ഉയർത്തിയ PBKസിനെയാണ് 4 പന്തുകൾ ശേഷിക്കെ 6 മറികടന്നത്. എവിടെയാണ് പാളിയത്? എവിടെയാണ് PBKസിന് പാളിയതെന്ന് സ്വാഭാവികമായിട്ടും അവരുടെ ആരാധകർ ചികയുന്നൊരു സമയമാണല്ലോ. കാരണം നല്ല രൂപത്തിൽ പോയിരുന്നൊരു ടീമിന് എന്ത് പറ്റി? സ്വാഭാവികമായിട്ടും ചില മാറ്റങ്ങൾ വരുത്തി. അതുകൊണ്ടാണ് ഈ തോൽവി എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കണം. പഞ്ചാബ് കിങ്സ് കഴിഞ്ഞ 7 കളികൾ ഒരേ പ്ലേയിങ് 12 കൊണ്ട് കളിച്ചതാണ്. പക്ഷേ ഈ കളിക്ക് 2 മാറ്റങ്ങൾ പ്രധാനമായിട്ടും വരുത്തി. സൂര്യാൻ ഷഡ്ഗയെ കൊണ്ടുവന്നു, ലോക്കി ഫെർഗൂസനെ കൊണ്ടുവന്നു ഇൻ പ്ലേസ് ഓഫ് ശശാങ്ക് സിംഗ് ആൻഡ് സേവിയർ ബാറ്റ്ലറ്റ്. അതുകൊണ്ട് തോറ്റു എന്നല്ല, കോമ്പിനേഷനിൽ മാറ്റം വരുത്തിയിരുന്നു. അതേസമയം എതിരാളികളോ ഹെറ്റ്മയർക്ക് പകരം അവർ മാറ്റങ്ങൾ വരുത്തി. ഹെറ്റ്മയറെ ഒഴിവാക്കി. ശുഭൻ ദ്യൂബ ഇമ്പാക്റ്റ് സബ്ബായിട്ട് വന്നിട്ട് കളിച്ച കളി നിങ്ങൾ കണ്ടില്ലേ? ഡൊണോവൻ ഫെഡീര അവസരത്തിന് ഉയർന്ന മികച്ച പ്രകടനം നടത്തി. അപ്പോൾ തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസ് ഇത് മികച്ച രൂപത്തിൽ നേടിയെടുത്തൊരു വിജയമാണ്. ശ്രേയസ് അയ്യർ കളിക്ക് ശേഷം എന്താണ് പാളിപ്പോയതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ബൗളിംഗ് തന്നെയാണ്. പഞ്ചാബിൻ്റെ പേസ് ബൗളിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ കളിക്ക് ശേഷം തന്നെ പലരും ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിയിരുന്നു. അത് കൃത്യമായിട്ട് എക്സ്പോസ്ഡ് ആയി പോയ ഒരു കളിയാണിത്. ശ്രേയസ് അയ്യർ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. എന്താണ് വേർ ഇറ്റ് വെൻ റോങ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, 224 റൺസ് ഞങ്ങൾ അടിച്ചു. അതൊരു ബ്രില്യൻ സ്കോറാണ്. ബാറ്റേഴ്സിന് അതിന് നന്ദി പറയണം. കാരണം അതൊരു എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് ഈ ഒരു പിച്ചിൽ. ഈ പിച്ച് വളരെ ടാക്കി ആൻഡ് സ്ലോ ആയിരുന്നു. എന്നിട്ടും അങ്ങനെ ഒരു സ്കോർ അടിച്ചു എന്നുള്ളതിന് ബാറ്റർമാർക്ക് എല്ലാ അഭിനന്ദനങ്ങളും നൽകണം. അതേസമയം വി ഫെൽ ഷോർട്ട് ഇൻ അവർ എക്സിക്യൂഷൻ വിത്ത് ദി ബോൾ. അവിടെയാണ് പിഴച്ചത്. ബോൾ കൊണ്ട് കാര്യങ്ങൾ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. അവർ മിഡിലിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. ഫെറീറയും ദ്യൂബയും ക്രൂഷ്യലായിട്ടുള്ള റൺസ് അവസാനത്തിൽ അടിക്കുകയും ചെയ്തു. അവിടെയാണ് കളി കൈവിട്ടത് എന്ന് കൃത്യമായിട്ട് പഞ്ചാബ് കിങ്സിൻ്റെ നായകൻ തന്നെ പറയുന്നു. ബോൾ കൊണ്ട് പാളി എന്ന് പറഞ്ഞാൽ പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. രാജസ്ഥാൻ റോയൽസ് ആവട്ടെ മനോഹരമായിട്ട് ചേസ് അവർ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. പിന്നീട് അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലെയേഴ്സ് അവരുടെ ഗെയിം മാറ്റിയിട്ടുണ്ട്. ദേ ഗോ ഫ്രം ബോൾ 1. അതാണ് ഇപ്പോഴത്തെ കളി. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാൻ പറയുക എക്സിക്യൂഷൻ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു രാത്രിയിലെ കളി തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ദിവസമായിരുന്നില്ല. ഈ ദിവസം ഞങ്ങളുടെ ദിവസമായിരുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വർക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ താരങ്ങളുടെ ബോഡി തീർച്ചയായിട്ടും ഫാറ്റിഗ്ഡ് ആണ്, ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും അത് ഞാനൊരു എക്സ്ക്യൂസ് ആയിട്ടോ ഒരു റീസൺ ആയിട്ടോ ഇവിടെ പറയുന്നില്ല. ഞങ്ങൾക്ക് ഇനി വീണ്ടും ഡ്രോയിങ് ബോർഡിലേക്ക് മടങ്ങിപ്പോവുക, സ്ട്രോങ്ങർ ആയിട്ട് മടങ്ങി വരിക. 1-2 ദിവസം ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ പരാജയമാണിത്. ഡെഫിനറ്റ്ലി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ ഈ പരാജയം പഠിപ്പിക്കും. ഞങ്ങളുടെ ഗെയിം കളിക്കാൻ വേണ്ടി ശ്രമിച്ചു. 200 റൺസിന് മുകളിൽ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടു. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പോവാത്തൊരു ദിവസം, അങ്ങനെ ഞാനിതിനെ കാണുന്നുള്ളൂ. വാണ്ട് ടു ബി പോസിറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും ബൗളിങ്ങിൽ പിഴച്ചു, എക്സിക്യൂഷൻ പിഴച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിശകലനം. അവിടെ തന്നെയാണ് കളി കൈവിട്ടിരിക്കുന്നതും. എന്തായാലും ഇപ്പോൾ IPL 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അവർ തന്നെയാണ്, PBKs തന്നെയാണ്. പക്ഷേ നോക്കുക, 8 കളി 13 പോയിന്റ് PBKസിനുണ്ടെങ്കിൽ 8 കളി 12 പോയിന്റുമായിട്ട് RCB തൊട്ടുപുറകിലുണ്ട്. 9 കളി 12 പോയിന്റുമായിട്ട് RR അതിന് തൊട്ടുപുറകിലുമുണ്ട്. സോ ചുരുക്കത്തിൽ പോയിന്റിൻ്റെ കാര്യത്തിൽ നല്ല പോരാട്ടം നടക്കുന്നുണ്ട്. ടോപ്പ് 4 എന്നുള്ളത് ഇപ്പോൾ കടുത്ത പോരാട്ടമായി. 8 കളി 10 പോയിന്റുമായിട്ട് SRH ആണ് 4-ാം സ്ഥാനത്തുള്ളത്. ഇനി വളരെ കുറഞ്ഞ കളികളാണ് മിക്ക ടീമുകൾക്കുള്ളൂ. 6 കളികളേ ഉള്ളൂ. അതിപ്പം MIക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും 6 കളികളായി. ഇന്നിപ്പോൾ MIയുടെ മത്സരമുണ്ട്. അതിനുശേഷം എല്ലാവർക്കും ആ രൂപത്തിലായിരിക്കും കളി ഉണ്ടാവുക. 6 കളികൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം വളരെ ടൈറ്റായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.